വണ്ടിപ്പെരിയാർ ഡൈമൂക്ക് ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നടന്നു. ഇത്തവണ അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകളാണ് മോഷണം പോയത്. കാണിക്ക വഞ്ചി തുറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ഇത് സംബന്ധിച്ച് കമ്മിറ്റി ഭാരവാഹികൾ ഇടുക്കി SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതിയും നൽകി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ ഡൈമൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഉത്സവകാലം അല്ലാത്തതിനാൽ 2 ദിവസത്തിന് ഒരു പ്രാവശ്യമാണ് വിളക്ക് കത്തിക്കുന്നതിന് നട തുറക്കുന്നത്. ഇങ്ങനെ അമ്പലത്തിലെത്തിയ പൂജാരിയാണ് അമ്പലത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറി തുറന്നിടക്കുന്നത് ആദ്യം കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമ്പലത്തിലേക്ക് കാണിക്കയായും സംഭാവനയായും കിട്ടിയ നിലവിളക്കുകൾ, കിണ്ടി, പാത്രങ്ങൾ തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ചാക്ക് കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതോടെയാണ് സാധനങ്ങൾ നഷ്ടമായ വിവരം കമ്മിറ്റി ഭാരവാഹികളും മറ്റ് നാട്ടുകാരും അറിയുന്നത്. പിന്നീട് നടത്തിയ തിരച്ചിലിൽ വ്യാപകമായ മോഷണ ശ്രമം അമ്പലത്തിൽ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിൽ കമ്മിറ്റി ഭാരവാഹികൾ ആദ്യം പരാതി നൽകിയിരുന്നില്ല. ഇക്കാര്യം അന്വേഷിച്ചപ്പോഴാണ് കഴിഞ്ഞ 2 തവണ അമ്പലത്തിലെ CCTV അടക്കമുള്ള സാധനങ്ങളും കാണിക്കവഞ്ചിയും ദേവിക്ക് ചാർത്തിയ താലിമാലയടക്കം മോഷണം പോയിട്ട് പോലീസിൽ പരാതി നൽകുകയും ഇത് അന്വേഷിക്കാൻ പോലീസ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ നടന്ന മോഷണത്തിനും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് കൊണ്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാത്തതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതേസമയം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര തുടർഗതയാകുന്ന സാഹചര്യത്തിൽ ഇടുക്കി SP, DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഏറ്റവും അടിയന്തരമായി ക്ഷേത്രത്തിലെ മുഴുവൻ സാധനങ്ങളുടെയും കണക്കുകൾ എടുത്ത് പരിശോധന നടത്തുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.